നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു ടോക്ക് ഷോ. ഇന്ന് സംസാര വിഷയം എന്ന് പറയുന്നത് ഇറാൻ അമേരിക്ക യുദ്ധം എവിടം വരെയായിരിക്കുകയാണ്. ഇന്ന് അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് ഇറാൻ അമേരിക്ക യുദ്ധം എന്ന് പറയുന്നത്. ഓരോ ദിവസവും നമുക്കറിയാം ഫൈറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു, വീണ്ടും ഫൈറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് മീഡിയ വൺ എന്ന് പറയുകയാണ് ഇറാൻ ജയത്തോടടുത്തിരിക്കുന്നു എന്നുള്ള അവർ പറയുമ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ എനിക്ക് തോന്നിപ്പോവുകയാണ്. എന്താണ് ഇറാൻ്റെ കയ്യിലുള്ളത്, എന്താണ് അമേരിക്കയുടെ കയ്യിലുള്ളത്, എന്താണ് അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത്? കാരണം ഇന്ന് പറയുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിക്കുമ്പോൾ ലോകം മുഴുവൻ പേടിയോടെ കേട്ടിരുന്നതായിരുന്നു ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ പോകുന്നു. അടച്ചാൽ ഇന്ത്യ, ചൈന, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, അങ്ങനെ മധ്യപൂർവേഷ്യയിലെ ഈ പറയുന്ന ഏഷ്യൻ രാജ്യങ്ങളെല്ലാം പട്ടിണിയാകും, നമ്മുടെ ഹോട്ടൽസ് എല്ലാം അടയ്ക്കും, ജനങ്ങൾക്ക് വണ്ടി ഓടിയില്ല. അതായിരുന്നു ഭീഷണി. ഇന്ന് 6 മാസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് ഹോർമുസ് തീർച്ചയായിട്ടും ഒരു അപ്രസക്തമാകുമെന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ പോലും പ്രാധാന്യം ഓരോ ദിവസവും ക്ഷയിച്ചു വരികയാണ് നമുക്ക് കാണാൻ സാധിക്കും. കാരണം 20 മില്യൺ ബാരൽസ് കടന്നു പോകുന്ന ഹോർമുസിൽ കൂടെ അന്ന് ബ്ലോക്കായ ശേഷം ഇന്ന് ഓൾട്ടർനേറ്റ് റൂട്ടിൽ കൂടെ ചെങ്കടലിൽ കൂടെയും മെഡിറ്ററേനിയൻ കടലിൽ കൂടെയും പല രാജ്യങ്ങളും, അതായത് ഹോർമുസിനെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന രാജ്യങ്ങളായിട്ടുള്ള സൗദി, UAE ഇവരെല്ലാവരും വേറെ വേറെ ലക്ഷ്യങ്ങൾ കണ്ടെത്തി. ഇത് സെയിം സംഭവിച്ചിരുന്ന എവിടെയായിരുന്നു? ഉക്രൈൻ യുദ്ധം എന്ന് പറയുമ്പോൾ ആ യുദ്ധത്തിന് ആദ്യ ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 122-130 വരെ ബാരൽ ഓഫ് ഓയിൽ പോയി. അതിനുശേഷം സംഭവിച്ചു താഴേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് 68-ലായിരുന്നു. ഇന്ന് അപ്രസക്തമായിരിക്കുകയാണ് ഇറാൻ അല്ലെങ്കിൽ ഉക്രൈൻ യുദ്ധം. ഓരോ ദിവസം ചെല്ലുന്നോറും ഇരു രാജ്യങ്ങളും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് റഷ്യ എന്ന് പറയുന്ന ഭീകര എന്ന് പറയാൻ സാധിക്കില്ല, വലിയൊരു മഹത്തായ രാജ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം ചെല്ലുന്നോറും അപ്രത്യക്ഷമാവുകയാണ് പുടിൻ്റെയും അല്ലെങ്കിൽ റഷ്യയുടെയും സ്വാധീനം. നമ്മൾ പറയാൻ സാധിക്കുന്നു പറയുന്നത് ഇറാൻ്റെ കയ്യിൽ എന്താണ് ഉള്ളത്? ഇറാൻ്റെ കയ്യിലുള്ളത് ആകെ ഹോർമുസ് ഒന്നുമല്ല, ആകെ ഉള്ളത് സമയം മാത്രമാണ്. അതായത് എങ്ങനെയെങ്കിലും അമേരിക്കയുടെ മിഡ് ടേം ഇലക്ഷൻ അമേരിക്കയിൽ ഈ വർഷം നവംബറിലാണ് ഇവിടുത്തെ ഇടക്കാല തിരഞ്ഞെടുപ്പ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ട്രംപിൻ്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ ഈ പറയുന്ന ട്രംപിന് അനുവദിച്ചിട്ടുള്ള സമയം അല്ലെങ്കിൽ ഫണ്ടുകൾ, യുദ്ധത്തിന് വേണ്ട ഫണ്ടുകൾ നിർത്തും. അങ്ങനെ ട്രംപും കൂട്ടരും തോറ്റ് പിന്മാറി പോകും എന്നുള്ള, എങ്ങനെയെങ്കിലും സമ്മർദ്ദം അതിജീവിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇറാൻ്റെ കയ്യിലുള്ളത്. പക്ഷെ അമേരിക്കയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? അമേരിക്ക ചെയ്യുന്ന പറയുന്നത് സാമ്പത്തികമായിട്ടും സാമ്പത്തിക ശക്തി കൊണ്ടും സൈനിക ശക്തി കൊണ്ടും ആഗോള ബാങ്കിങ് സിസ്റ്റം കൊണ്ടും ഇറാനെ തകർത്തുക. അതായത് ഒരു അന്നാക്കോണ്ട ഒരു പാമ്പിനെ വിഴുങ്ങുന്നത് പോലെ സെയിം സ്ട്രാറ്റജി. അതായത് എങ്ങനെയെങ്കിലും ഇറാൻ്റെ ബാങ്കിങ് സിസ്റ്റം, അതായത് അവരുടെ എണ്ണ പുറത്ത് കിടക്കാതിരിക്കുക, അവരുടെ വെള്ളം കൂടി നിർത്തിപ്പിക്കുക, അവരുടെ പുറത്തേക്കുള്ള സാധനങ്ങൾ വരാതിരിക്കുക, സ്പെയർ പാർട്സ് കിട്ടാതിരിക്കുക, അങ്ങനെ ഓരോ ദിവസവും ചെല്ലുന്നോറും ഇറാൻ്റെ സ്വാധീനം ലോകത്ത് ഇല്ലാതാക്കുക എന്നുള്ള അമേരിക്കൻ നയമെന്ന് പറയുന്നത് ഇതാർക്കും മനസ്സിലാവുന്നില്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഫെബ്രുവരിക്ക് മുമ്പ് വരെ ഇറാൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരുന്നു? ഡെത്ത് ഫോർ അമേരിക്ക, ഇസ്രായേലിനെ ഇല്ലാതാക്കുക. ഈ ഒരു 6 മാസത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യത്തിൽ നിന്ന് അവർ പിന്മാറി കഴിഞ്ഞു. ഇന്ന് ഇറാൻ ആഗ്രഹമില്ല ഇസ്രായേൽ ആക്രമിക്കുക. നമ്മൾ കണ്ടതാണ്, ഇസ്രായേലിലേക്ക് കഴിഞ്ഞ 4 മാസമേ ഒന്നും വിട്ടിട്ടില്ല. മീഡിയ വൺ അതിനെപ്പറ്റി മറന്നു കളഞ്ഞു. അവർ ആർക്കെതിരെയാണ് ആക്രമിക്കുന്നത്? അവർ ആക്രമിക്കുന്നത് സൗദിയെയും അതോടൊപ്പം തന്നെ UAE. എന്തുകൊണ്ടാണ്? കാരണം ഈ 2 ദേശങ്ങളുമാണ് ഹോർമുസ് എന്നുള്ള ആ ഒരു കടലിടുക്കും, ആ ആഗോള വ്യാപാര കേന്ദ്രത്തെ അല്ലെങ്കിൽ ആ ഒരു കടലിടുക്കിനെ മറികടക്കാൻ ശ്രമിക്കുന്ന ആരാണ്? 2 സുന്നി ദേശങ്ങളായിട്ടുള്ള ഈ പറയുന്ന UAEയും അതോടൊപ്പം തന്നെ സൗദി. അപ്പോൾ ഇന്ന് ശത്രുക്കൾ ആരായി മാറിയിരിക്കുകയാണ്? ഇസ്രായേലും അമേരിക്കയും അല്ല പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരാണ്. കാരണം ഈ ഹോർമുസിനെ മറികടക്കാൻ ഇവർ രണ്ടുപേരും വിജയിച്ചാൽ ഓരോ ദിവസവും ചെല്ലുന്തോറും ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യം അപ്രത്യക്ഷമാകും, മാപ്പിൽ നിന്ന് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ചെല്ലുന്തോറും. കാരണം സാമ്പത്തികമാണ്. എത്ര ദിവസം പിടിച്ചേക്കാൻ സാധിക്കും? കിതന മാർഗായക നമ്മൾ പറയില്ല. അതായത് എണ്ണ വരുമാനം, വിദേശ കറൻസികൾ, ഇൻഡസ്ട്രിയൽ സ്പെയർ പാർട്സുകൾ, ആയുധം, ഇന്ധനം, അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള പ്രവേശനം, ഇവ ക്രമേണ അതായത് ഈ പറയുന്ന കാര്യങ്ങൾ, എണ്ണ വരുമാനം, കറൻസികൾ ഒരുമിച്ചല്ല, ക്രമേണ ഈ പറയുന്ന സംഭവങ്ങളിലേക്കുള്ള ഇറാന്റെ പിടുത്തം ഒഴിവാക്കുക എന്നുള്ള അമേരിക്കൻ നയമെന്ന് പറയുന്നത്. അതേസമയം അമേരിക്ക എന്ത് പറയും? കുറച്ച് ചർച്ചകളൊക്കെ നടത്തും, തട്ടിപ്പും വെട്ടിപ്പൊക്കെ. പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ ഈ പറയുന്ന സംഭവങ്ങൾ കിട്ടിയില്ലെങ്കിൽ, കറൻസികളും സ്പെയർ പാർട്ടുകളും എണ്ണ വരുമാനം നിന്നില്ലെങ്കിൽ ഒരുപാട് കാലം പിടിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് അമേരിക്ക വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അമേരിക്ക എന്താ പറയുകയിലേക്കും ഇറങ്ങാതെ മിണ്ടാതെ വല്ലപ്പോഴും കുറേ സംസാരിക്കും, കുറേ അടിക്കും. ഇന്നെന്ത് സംഭവം എന്ന് പറയുന്നത്, അവസ്ഥ എന്ന് പറയുന്നത്
അമേരിക്കയും ഇസ്രായേലും എപ്പോൾ വേണമെങ്കിലും പോയി അടിക്കാം. ഹൂ കെയർ? അതായത് ദർ ഈസ് നോ എയർ ഡിഫൻസ് ഇല്ല അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിന് അവർക്ക് ഏത് നിമിഷവും പോയിട്ട് അവരുടെ പ്രോക്സീസ്, അതായത് ഇന്ന് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂതികൾക്കും എതിരെ അവരുടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ തെറ്റാണെന്ന് പറയുക. അതായത് എന്തുകൊണ്ട് ഇവർ ഈ ഹൂതികളിൽ നിന്ന് ആർക്കെതിരെ തിരിഞ്ഞേക്കുന്നത്? ഹൂതികൾ ആക്രമിക്കുന്നത് ഇസ്രായേലിനെ അല്ല. ഹൂതികൾ ആക്രമിക്കുന്നത്, ചെങ്കടലിനെ ആക്രമിക്കുന്നത് UAEയുടെയും സൗദിയുടെയും കപ്പലുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ജൂതന്റെ ബുദ്ധി. ജൂതൻ നേരെ തിരിഞ്ഞു. അതായത് ഇതുവരെ ജൂതനായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ആ വെല്ലുവിളി മാറ്റിക്കൊണ്ട് ഇന്ന് സൗദിക്കും UAEക്കും എതിരെ തിരിച്ചിരിക്കുകയാണ് ഈ ഇറാൻ എന്ന രാജ്യം ഇന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ MBS, അതായത് സൽമാനോട് വളരെ വ്യക്തമായി ട്രംപ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള സപ്പോർട്ട് ഞങ്ങൾ തരാൻ പോകുന്നില്ല. നിനക്ക് വേണമെങ്കിൽ നീ എവിടെയെങ്കിലും പോയി കണ്ടെത്തുക. ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് എൻ്റെതായിട്ടുള്ള ലക്ഷ്യം. എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ലോകത്തിലെ 90% എണ്ണ വ്യാപാരം ഞങ്ങളിൽ കൂടെ പോകണം. അല്ലാതെ ഹോർമൂസിൽ കൂടെ എണ്ണ വ്യാപാരം പോയിക്കൊണ്ട് അല്ലെങ്കിൽ എണ്ണ വിറ്റ് കഴിഞ്ഞ് ഇറാൻ കാശുണ്ടാക്കാൻ സമ്മതിക്കില്ല. ഇന്ന് അമേരിക്ക ഈസ് ഇഞ്ചിങ്. അമേരിക്കയുടെ നയം അല്ലെങ്കിൽ അമേരിക്കയുടെ ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാം ജനസേവനം അല്ലെങ്കിൽ ലോക നന്മയ്ക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യമുണ്ട്. ഇന്ന് അവരുടെ ലക്ഷ്യത്തിനോട്, അതായത് ഹോർമൂസിനെ അപ്രത്യക്ഷമാക്കിയിട്ട് ബാക്കി എല്ലാ എണ്ണ കൈകാര്യം റൂട്ടുകളും സ്വന്തം വരുതിയിലാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അതിലേക്ക് അടുത്തിരിക്കുകയാണ് ഇവരെന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് MBS എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വേറെ വഴിയില്ല. ജിഹാദികളായിട്ടുള്ള പാകിസ്ഥാനെ പോലെ തുർക്കിയെ പോലെ രാജ്യങ്ങളെ കൂട്ടുപിടിക്കേണ്ട അവസ്ഥ എന്നാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. രക്ഷപ്പെടാൻ പോകുന്നു? പാകിസ്ഥാൻ ഒരു രക്ഷിക്കാൻ പോകുന്നുണ്ടോ? അപ്പോൾ സുന്നികളെയും അതോടൊപ്പം തന്നെ ഷിയകളെയും തമ്മിലടുപ്പിക്കാനുള്ള ജൂതന്റെ ബുദ്ധി തന്നെയാണ് ഇന്ന് കണ്ടില്ലേ. അതായത് ഇപ്പോൾ എത്ര കാലം സൗദിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നു എനിക്കറിഞ്ഞുകൂടാ. വളരെ ചുരുക്കം കാലം മാത്രമേ ഇങ്ങനെ പോയി നിൽക്കാൻ സാധിക്കൂ. കാരണം എണ്ണ വരുമാനം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും കപ്പൽ ചെങ്കടലിൽ പോയാൽ ഹൂതികൾ ആക്രമിക്കും. ഹൂതികൾ തിരിച്ചുവിട്ടു. ഹമാസ് ആണെങ്കിൽ ഒതുങ്ങി കഴിഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ജൂതന്റെ ബുദ്ധിയിലേക്ക് എത്തിയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 6ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ ദിവസവും ചെല്ലുന്നവരും ഇറാനെ ക്ഷയിപ്പിക്കുക എന്നുള്ള അമേരിക്കയുടെ നയം അടുത്തിരിക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഓരോ ദിവസം ചെല്ലുന്നവരും ഇറാൻ എന്നുള്ള വാർത്തകൾ മീഡിയ മെമ്പർ പോലും എനിക്കൊന്ന് അവസാനിപ്പിച്ചു. കാരണം അവർ പോലും വലിയ പ്രതീക്ഷയൊന്നുമില്ല. അടുത്ത ദിവസങ്ങളിൽ വലിയ ചർച്ചയൊന്നുമില്ല. അവർക്ക് പോലും അവസാനിപ്പിക്കുന്ന പോലെ നമ്മുടെ മാധ്യമങ്ങളിൽ യുക്രൈൻ റഷ്യ യുദ്ധം പോലെ റഷ്യ അപ്രസക്തമാകുന്ന പോലെ ഓരോ ദിവസം ചെല്ലുന്തോറും അപ്രസക്തമായി മാറും ഇറാൻ യുദ്ധം. അതോടൊപ്പം തന്നെ ഹോർമുസ് ഒരു അപ്രത്യക്ഷമാവും. അമേരിക്കയുടെ ലക്ഷ്യം എന്താണോ, ലോകത്തിന്റെ മുഴുവൻ എണ്ണ വ്യാപാരം കൈയടക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അമേരിക്കയും അടുക്കുക തന്നെ ചെയ്യുന്നുള്ളതാണ് ഞാൻ വീണ്ടും പറയുന്നു.